ഈശോയിലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സ്നാപയോനന്റെ ശിഷ്യന്മാര് സ്നാപയോനന്റെ അടുത്ത് വന്നിട്ടൊരു വിഷമം പറയുന്നതാണ് അല്ലെ. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ സുവിശേഷം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്നാപയോനന്റെ ശിഷ്യന്മാര് വന്നിട്ട് സ്നാപയോനോട് പറയുകയാണ്, നീ ചെയ്തിരുന്ന പണി നീ ആരെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരുന്നോ അവൻ വന്നിട്ട് ചെയ്യുകയും അവന്റെ അടുത്തേക്ക് അനേകം ആളുകൾ പോവുകയും ചെയ്യുമെന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ടും ആർക്കായാലും അസൂയ തോന്നാവുന്ന ഒരു സന്ദർഭമാണ് സ്നാപയോനന്റെ ശിഷ്യന്മാർ സ്നാപയോനോട് പറയുന്നത്. പക്ഷെ സ്നാപയോനൻ വളരെ സൗമ്യനായിട്ട് അവരോട് പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിൽ കയറ്റേണ്ട ഒരു വചനമാണിത് അല്ലെ. സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അസൂയ എന്ന് പറയുന്ന ഒരു പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. എൻ്റെ ഒരു അയൽക്കാരന് അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ഉയർച്ചയുണ്ടായി, പെട്ടെന്ന് ഒരു അസൂയ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടതാണ്, അത് അവന് സ്വർഗം കൊടുത്തതാണ്. ദൈവം കൊടുത്തൊരു ഉയർച്ചയാണ്, ദൈവം കൊടുത്തൊരു വിജയമാണ്. അവനും അവൾക്കും ദൈവം വിജയം നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള വിജയം ദൈവം എനിക്ക് നൽകും അല്ലെ. സ്നാപയോനനെ പോലെ അസൂയ തോന്നാവുന്ന അവസരത്തില് സൗമ്യമായിട്ട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് അസൂയയോടെ അല്ലാതെ മറ്റുള്ളവരുടെ വിജയത്തില് ആഹ്ലാദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നാപയോനന്റെ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ മാതൃകയായിട്ട് നമുക്ക് എടുക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി